ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞ നമ്മളെ എന്താണ് ഇക്വിലിബ്രിയത്തിൻ്റെ പാർട്ട് 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുള്ളൂ. ഇന്നും പിന്നെ ഈ വരുന്ന സാറ്റർഡേയോട് കൂടിയിട്ട് ഈ പാഠം തീർക്കുന്നതായിരിക്കും. 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 46, അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് അസറ്റിക് ആസിഡ്. ഇതെന്ന സാധനം CH3COOH, നമ്മൾ പറയുന്ന വിനാഗിരി എന്നെല്ലാം പറയുന്ന സാധനം. അതിൽ എന്തായാലും അതിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് 1.74 × 10⁻⁵. കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് അസിറ്റിക് ആസിഡ് ഇൻ 0.05 മോളാർ സൊല്യൂഷൻ. അതേപോലെ കാൽക്കുലേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ. അതെന്താ സാധനം CH3COO- അസറ്റേറ്റ് അയോൺ എന്ന് പറയുന്നത്. അസറ്റേറ്റ് ആനയോൺ ആണ്, കാരണം ഇത് നെഗറ്റീവ് ചാർജ് അല്ല. ഇതിൻ്റെ സൊല്യൂഷൻ ആൻഡ് pH കണ്ടുപിടിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്, നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ റിയാക്ഷൻ ഇത് CH3COOH പ്ലസ് വാട്ടർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് CH3COO- പ്ലസ് H3O+. ഇതിന്ന് കിട്ടുന്ന ഒരു H+ ഇയാൾ സ്വീകരിച്ചിട്ട് H3O+ ആയിട്ട് മാറും. അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ കോൺസെൻട്രേഷൻ C ആണ്. ഇതിൽ ഇനീഷ്യലി 0 കാരണം പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെന്താ, ഒരു C∝ കോൺസെൻട്രേഷൻ രണ്ടിലും കൂടി ഉണ്ടാകുമ്പോൾ എന്താണ്, ഇതൊന്നൊരു C- C∝ കോൺസെൻട്രേഷൻ, കാരണം അത്ര കോൺസെൻട്രേഷൻ കുറഞ്ഞു പോയി. രണ്ടിൽ ഈക്വൽ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ K എന്താണ് നമ്മളെ ഇതിൻ്റെ പ്രൊഡക്റ്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് പ്രൊഡക്ട്സ്, അതിൻ്റെ സം അല്ല, അതിൻ്റെ എന്താണ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് നമ്മളെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. അപ്പോൾ എന്താ CH3CO- കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റിക് ആസിഡ്. അപ്പോൾ അതായത് ഈ സാധനം ഓൾറെഡി തന്നിട്ടുണ്ട് 1.74 × 10⁻⁵. പിന്നെ അതേപോലെ നമുക്ക് ഇതിൻ്റെ അറിയാം, അസിറ്റിക് ആസിഡിൻ്റെ എന്താണ് 0.05 മോളർ അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ CH3CO- H3O, അതായത് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഈ രണ്ടിനും കോൺസെൻട്രേഷൻ സെയിം ആണ്, C∝ ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇതിപ്പോൾ ഒരു X ഫോർമാറ്റ്. അപ്പോൾ ഇത് രണ്ടിനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ X² എന്താ, ഇത് അങ്ങോട്ടേക്ക് പോട്ടെ, Ka × കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ്, ഈ സാധനം CH3COOH. അപ്പോൾ X കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കാരണം രണ്ടിനും കോൺസെൻട്രേഷൻ സമയത്ത് നമുക്ക് X കണ്ടുപിടിക്കുക. √Ka × എന്താണ് ഈ പറഞ്ഞ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, Ka × കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ്. അപ്പോൾ അത് X കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് X × X² എടുക്കാൻ പറ്റിയത്. പിന്നെ റൂട്ട് എടുക്കുന്ന സമയത്ത് 1.74 × 10⁻⁵. പിന്നെ എന്താണ് അതിൻ്റെ കോൺസെൻട്രേഷൻ 0.05 മോളാർ. ഇതിപ്പോൾ എത്ര കിട്ടും, 9.33 × 10⁻⁴ മോളാർ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം നമുക്ക് വേണ്ട, നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ് വേണ്ടത്. അപ്പോൾ എന്താ അതപ്പോൾ ഇതെന്താണ്, ഇത് 9.33 × 10⁻⁴ ഈക്വൽ എന്താ C × α. ഇതാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ആൽഫ വേണ്ടിക്കൽ എന്ത് ചെയ്യണം, ഈ സീനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കണം. അപ്പോൾ എന്താ H3O+ൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ CH3CO- കോൺസെൻട്രേഷൻ, കാരണം രണ്ടും സെയിം ആണ്, ഡിവൈഡഡ് ബൈ C. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എത്രയാണ്, അതാണ് ഈ C, ക്യാപിറ്റൽ C എന്ന് പറയുന്നത്, 0.05 മോളാർ. അപ്പോൾ 9.33 × 10⁻⁴ ഡിവൈഡ് ബൈ 0.05 ഈക്വൽ 1.86 × 10⁻². ഓക്കെ, ഇത് കിട്ടി. ഇനി നമുക്ക് pH കണ്ടുപിടിക്കണമല്ലോ. pH -log H3O+, അല്ലെങ്കിൽ -log എന്തും എടുത്താൽ മതി. ഒന്നിക്കൽ -log H+ എടുക്കാം, അല്ലെങ്കിൽ -log H3O+ എടുക്കാം. രണ്ടും നമുക്ക് ഈക്വലാണ്. അപ്പോൾ -log എന്താണ് 9.33 × 10⁻⁴. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 3 പോയിൻറ്റ് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് 3.03 അപ്രോക്സിമേറ്റ്ലി 3 എന്ന് പറഞ്ഞിട്ട് pH കിട്ടുന്നതായിരിക്കും. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇന്ന് ചെയ്തിരുന്നത് പാർട്ട് അവസാനിപ്പിക്കുക. If 0.561 gram of KOH potassium hydroxide is dissolved in water to give 200 ml of solution at എന്നാണ് അതിൻ്റെ സൊല്യൂഷൻ എത്രയല്ല തരുന്നത്, 200 ml തരുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 290 Kelvin. കാൽക്കുലേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാഷ്യം, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സിൽ അയൺസ്. ഹൈഡ്രോക്സിൽ എന്ന് പറയുന്നത് OH- ആണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് H+ ആണ് എൻ്റെ വിശ്വാസം, പൊട്ടാഷ്യം K+. ഓക്കെ, ഇതിനെല്ലാം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് aqueous KOH in 1 മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് M = എന്താ, മാസ് ഓഫ് KOH ഡിവൈഡഡ് ബൈ, അതായത് WB/MB, നമ്മൾ സ്ഥിര ഇക്വേഷൻ WB/MB × 1000 ഡിവൈഡ് ബൈ VML മോളാരിറ്റി. അപ്പോൾ WB ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് × 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി-ലിറ്റർ. അപ്പോൾ 0.561 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് KOH എന്ന് പറയുന്നത് 56. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏകദേശം നമ്മൾ ഈ കട്ടായിട്ട് ആ രീതി കിട്ടേണ്ടിയിട്ടാണ് ഇവർ ഇതേ വാല്യൂസ് ചേർത്തിരിക്കുന്നത്. 1000 പിന്നെ 200 ml തന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, ഇതിപ്പോൾ ഇവിടെ 2 ഇത്, പിന്നെ ഇത് 5 ടൈംസ്, പിന്നെ എന്താ ഇവിടെ ഒരു 100 വരും അല്ലേ. അപ്പോൾ 5/100 എന്ന് വരും. 5/100 = 0.05 മോൾ പെർ ലിറ്റർ.
അപ്പോൾ ഈ കെ ഒ എച്ച് എന്ന് പറയുന്നത് കെ പ്ലസും ഒ എച്ച് മൈനസ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കെ പ്ലസ് ഒ എച്ച് മൈനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ 0.05 മോളാർ. അപ്പോൾ ഇതിനെന്തായി കോൺസെൻട്രേഷൻ 0.05 മോളാർ ഈക്വലി രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി. കെ പ്ലസ് എന്ന് പറയുന്നത് 0.05 മോളാറും ഒ എച്ച് മൈനസ് എന്ന് പറയുന്നത് 0.05 മോളാറും. അപ്പോൾ നമുക്ക് വേണ്ട രണ്ടാൾക്കാർ കിട്ടി. മൂന്നാളിരുന്ന് കിട്ടേണ്ട. അതിൽ നമുക്ക് ഹൈഡ്രോക്സിൽ അയോണ്ടിയും കിട്ടി, പൊട്ടാഷ്യത്തിന് കിട്ടി. ഇനി ഹൈഡ്രജൻ വേണമല്ലേ. അപ്പോൾ എച്ച് പ്ലസ് ഇൻറ്റു ഒ എച്ച് മൈനസ് എന്ന് പറയുന്നത് കെ ഡബ്ല്യു ആണ്. അതായത് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോൺ എന്നാണ് പറയാം. എച്ച് പ്ലസ് അയോൺ ഇൻറ്റു എന്ന കോൺസെൻട്രേഷൻ ഓഫ് ഈ പറഞ്ഞ നമ്മൾ ഹൈഡ്രോക്സിൽ അയോൺ. അത് എത്ര വന്നിട്ടുണ്ട്? അത് നമുക്ക് എത്ര അറിയാം? 10⁻⁻14. അപ്പോൾ എച്ച് പ്ലസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമുക്ക് അറിയാം. ഒ എച്ച് മൈനസ് നമ്മളിപ്പോൾ ഇത്ര കണ്ടുപിടിച്ച്. അപ്പോൾ എന്താ ഈ ഒ എച്ച് മൈനസ് താഴെപ്പോട്ട് 10⁻⁻14 താഴെപ്പോട്ട്. അപ്പോൾ 1 × 10⁻⁻14 ഡിവൈഡ് ബൈ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 0.05. അപ്പോൾ ഇതൊരു 5 ഇൻറ്റു നമുക്കൊരു കാര്യം ചെയ്ത് ഇതിന് 5 ഇൻറ്റു 10⁻⁻2 എന്ന് പറഞ്ഞിട്ട് ഇത് മുകളിലേക്ക് പോകുന്നത് 10⁻⁻14 ഇൻറ്റു 10⁻2 വരും. അപ്പോൾ 10⁻2 ഓക്കെ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 × 10⁻⁻13 എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ പി ആക്കുക. അതിൻ്റെ അപ്പോൾ എന്ത് കിട്ടി? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനും കിട്ടി. പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, പി എച്ച് കണ്ടുപിടിക്കാൻ. പി എച്ച് ഇക്കൽ ഇനി എച്ച് പ്ലസിന് കിട്ടിയ സ്ഥിതിക്ക് ഇനി കണ്ടുപിടിക്കാമല്ലോ. ഇതിപ്പോൾ എച്ച് പ്ലസ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അന്നേരം എന്ത് ചെയ്യുക? ഇവിടെ ഒ എച്ച് മൈനസില്ല. അപ്പോൾ പി ഒ എച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ? അത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. അപ്പോൾ ഇതൊരു വാല്യൂ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പി എച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 14 ഈ പറഞ്ഞ കിട്ടിയ വാല്യൂ എക്സ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് പി എച്ച് കിട്ടും. പക്ഷേ ഇവിടെ എച്ച് പ്ലസ് നമ്മൾ കണ്ടുപിടിച്ച് ഇപ്പോൾ പ്രശ്നമില്ല. നമുക്ക് മൈനസ് ലോഗ് എച്ച് പ്ലസ് പറഞ്ഞിട്ട് എടുക്കാം. മൈനസ് ലോഗ് എച്ച് പ്ലസ് എത്രയാണ്? 2 × 10⁻⁻3. ഇനി ചെയ്ത സമയത്ത് 12.7. അതായത് ഒരു ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. കെ എച്ച് എന്നെല്ലാം പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് അറിയാം ഒരു ബേസ് ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. ദിസ് വിൽ ബി എ ബേസിക് സൊല്യൂഷൻ. ദിസ് വിൽ ബി ദ ക്വസ്റ്റ്യൻ ഓഫ് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത ഒരു പാർട്ട് കാണാം. ബാക്കി അടുത്ത പാർട്ട് എന്നല്ല, അടുത്ത പാർട്ടിൽ ഞാൻ ഈ ചാപ്റ്റർ തീർക്കുന്നതായിരിക്കും.